ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് രണ്ട് അവാർഡുകളെ കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം ഒന്ന് നോക്കാം. അതായത് എഴുത്തച്ഛൻ പുരസ്കാരം നമുക്കറിയാം, കേരള സാഹിത്യത്തിലെ പരമോന്നത, അല്ലെ കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. അതുപോലെ ഇത് കൊടുത്തു തുടങ്ങുന്ന വർഷം 1993 1993 മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തു തുടങ്ങുന്നത്. ഇത് ആദ്യമായിട്ട് കിട്ടുന്നത് നമുക്കറിയാം ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്, അല്ലേ? എന്നാൽ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് ലഭിക്കുന്ന വനിത ആരാണ്? അത് ബാലാമണി അമ്മയാണ്. ബാലാമണി അമ്മയ്ക്ക് 95 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. ഇനി ഈ ബാലാമണി അമ്മ അല്ലാണ്ട് വേറെ കുറച്ച് 4 വ്യക്തികളും കൂടിയുണ്ട്. അതാരാന്നറിയാമോ? അതാരൊക്കെയാണെന്നറിയാമോ? കമലാ സുരയ്യ, സുഗതകുമാരി ടീച്ചർ, ഡോക്ടർ M ലീലാവതി, ദെൻ P വത്സല. ഇത്രയും പേർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്ന വനിതകളെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം കേരള സർക്കാരിൻ്റെ ഏറ്റവും പരമോന്നത ബഹുമതിയാണെന്ന് പറഞ്ഞു. 93 സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. കിട്ടുന്ന ആദ്യ വ്യക്തി ശൂരനാട് കുഞ്ഞൻപിള്ളയും, ലേഡി ആരാന്ന് ചോദിച്ചാൽ ബാലാമണി അമ്മയാന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇത് ലേറ്റസ്റ്റ് ആയിട്ട് 2025 കിട്ടുന്നത് KG ശങ്കരപ്പിള്ളയ്ക്കും, 2024 കിട്ടുന്നത് NS മാധവനും, 2023 SK വസന്തനുമാണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മുടെ വള്ളത്തോൾ പുരസ്കാരം, നമ്മുടെ വള്ളത്തോൾ നാരായണമേനോൻ്റെ സ്മരണയ്ക്കായിട്ട് വള്ളത്തോൾ സാഹിത്യ സമിതി നൽകുന്ന പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം എന്ന് പറയുന്നത്. 1,11,111 രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ തുക പറഞ്ഞില്ലല്ലോ, അത് 5 ലക്ഷം രൂപയാണ്. വള്ളത്തോൾ പുരസ്കാര തുക എന്ന് പറയുന്നത് 1,11,111 രൂപയാണ്. അതുപോലെ തന്നെ ഇത് ആദ്യമായിട്ട് ലഭിക്കുന്നത് പാലാ നാരായണ പണിക്കർക്കാണ്. വള്ളത്തോൾ പുരസ്കാരം ആദ്യമായിട്ട് ലഭിക്കുന്നത് പാലാ നാരായണ പണിക്കർക്കാണ്. വനിത ആരാണ്? വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിത ബാലാമണി അമ്മയാണ്. 94 വള്ളത്തോൾ പുരസ്കാരം ബാലാമണി അമ്മയ്ക്ക് ലഭിക്കുന്നത്. ഓക്കെ, വള്ളത്തോൾ പുരസ്കാരം കൊടുത്തു തുടങ്ങുന്ന വർഷം എന്ന് പറയുന്നത് 1991 മുതലാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റായിട്ട് കൊടുത്തത് 2019 വള്ളത്തോൾ പുരസ്കാരം. അത് കിട്ടിയത് ആർക്കാണ്? പോൾ സക്രിയയ്ക്കാണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ CPO എക്സാം എഴുതാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ. ടെൻഷൻ അടിക്കാതെ എല്ലാവരും പോയി പരീക്ഷ നന്നായിട്ട് എഴുതുക. ഓൾ ദ ബെസ്റ്റ്. എൻ്റെ പ്രാർത്ഥനകളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. ഗുഡ് നൈറ്റ്, ബൈ.